നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ അവരെ സ്വയം പര്യാപ്തമാക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ മാത്രമേ മികച്ച വിദ്യാഭ്യാസം കാര്യക്ഷമമാകുകയുള്ളൂ എന്നും കെ രാധാകൃഷ്ണൻ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് PP സുമോദ് MLA. ഗാന്ധി സ്മാരക UP സ്കൂളിന് സമീപം ദേശീയപാതയിൽ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും PP സുമോദ്. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി വർധനവിനെതിരെ വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കഞ്ചേരി ഗ്രാമം തിരുവറ റോഡിന്റെ നവീകരണം ആരംഭിച്ചു. MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ 10 ലക്ഷം രൂപ വീതവും ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ അവരെ സ്വയം പര്യാപ്തമാക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP. മംഗലം ഗവൺമെന്റ് ITIയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കൊണ്ട് നമ്മുടെ IMCയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കെട്ടിടം പൂർത്തീകരിച്ചത്. അവരോടുള്ള പ്രത്യേക നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഞാനിന്ന് വരും എന്ന പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ITIയുടെ കെട്ടിട ഉദ്ഘാടനം നേരത്തെ ഏറ്റതുകൊണ്ടാണ് ഇന്ന് വന്നത്. ഇതെല്ലാം അറിയാവുന്ന പോലെ തന്നെ വരാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ITIക്ക് എൻ്റെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കഴിയുകയാണ്. സാധാരണ നമ്മുടെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്ന ITIകളിലെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. പടിപടിയായി നമ്മുടെ ITIകളിലൊക്കെ തന്നെ സ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ്. ഭൗതിക സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ആ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുമ്പോഴാണ് പഠന നിലവാരം കുട്ടികൾക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയുക. ആ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മുടെ ITIകൾ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ ITIയിലെ ട്രേഡുകൾ കുട്ടികൾക്ക് വലിയ പ്രയോജനം ചെയ്യിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പഠിച്ച് പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും തൊഴിലും വരുമാനമൊക്കെ ആർജിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ ഉയർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും തൊഴിലും വരുമാനവും ഉണ്ടാകണം. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ മാത്രമേ മികച്ച വിദ്യാഭ്യാസം കാര്യക്ഷമമാകുകയുള്ളൂ എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ PP സുമോദ് MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം G സതീഷ് കുമാർ, പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, K കുട്ടികൃഷ്ണൻ, NR രമേശ്, എൽദോസ്, S ശ്രീജിത്ത്, M ശ്രീജിത്ത്, A ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാണെന്ന് PP സുമോദ് MLA. മംഗലം ഗാന്ധി സ്മാരക UP സ്കൂളിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിക്കുന്ന സ്കൂളാണ്. ആത്യന്തികമായി കേരളത്തിലെ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറണം എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറാൻ 250ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 15 അധ്യാപകരുള്ള ഏറ്റവും ശക്തമായ PTA സംവിധാനമുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുള്ള വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഈ സ്കൂൾ. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വരാൻ വേണ്ടി പോകും. തൊട്ടപ്പുറത്തുള്ള വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഈ സ്കൂളിൻ്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറം ആരംഭിച്ച് അപ്പുറത്തേക്ക് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു ഗതാഗത സംവിധാനം വേണം എന്ന എൻ്റെ കൂടി റിക്വസ്റ്റിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർക്കുകയും ഗാന്ധി സ്മാരക UP സ്കൂളിന് സമീപത്തായി ദേശീയപാതയിൽ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും PP സുമോദ് പറഞ്ഞു.
ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ മോഹൻദാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാഥ് വെട്ടത്ത്, സേതുമാധവൻ, പ്രധാനാധ്യാപിക പി യു ബിന്ദു, പ്രൊഫസർ വാസുദേവൻ പിള്ള, ദിവാകരൻ, എ ദേവരാജൻ, കെ പീതാംബരൻ, ശ്രീനിവാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നങ്കാടുള്ള വില്ലേജ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിണറായിയുടെ തോന്നിയവസരം, ബജറ്റിലെ ദ്രോഹങ്ങൾ, നീതികളെല്ലാം കുത്തനെ കൂട്ടി, നീതികളെല്ലാം കുത്തനെ കൂട്ടി, ഗോപാലന്റെ ബജറ്റ്. കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി 1-ാം വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി KC പ്രീത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിത്യേന ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് ചാർജ് ഭീമമായി വർദ്ധിപ്പിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് ഭീമമായി വർദ്ധിപ്പിച്ചു. അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടെ ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ഈ ഗവൺമെന്റിന്റെ ദാരിദ്ര്യം ഇപ്പോഴും തീരുന്നില്ല. ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നികുതികളും ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മദ്യം കേരളത്തിൽ മുഴുവൻ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യം യഥേഷ്ടമൊഴുക്കുകയാണ്. മദ്യത്തിന് പോട്ടെ, മദ്യത്തിന്റെ സ്ഥിതി എന്താണ്? 500 രൂപയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ 500 രൂപയ്ക്ക് ലഭിക്കുന്ന മദ്യം ഇവിടെ 1000 രൂപ, അതായത് 100% മദ്യ ടാക്സ് ആണ്. ഇവിടെ 500 രൂപയ്ക്ക് ഉള്ള മദ്യത്തിന് 500 രൂപ ടാക്സ്, അപ്പൊ 1000 രൂപ. മണ്ഡലം പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷനായി. കിഴക്കഞ്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. VJ ജോസഫ്, VP പത്മനാഭൻ, റോയ് മാസ്റ്റർ, മറിയക്കുട്ടി ജോർജ്, K നാരായണൻ എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കഞ്ചേരി തങ്കം തിയേറ്റർ പരിസരത്ത് നിന്നും പ്രതിഷേധ ജാഥ ആരംഭിച്ചു. തുടർന്ന് വടക്കഞ്ചേരി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി ഡോക്ടർ അഴ്സൽ നിസാം ഉദ്ഘാടനം ചെയ്തു. അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കാൻ മാത്രം ബാക്കിയുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ്. KN ബാലഗോപാൽ എന്ന് പറയുന്ന കയറുവിരി ശാസ്ത്രജ്ഞനായ ഐസക്കിന്റെ പിന്മുറക്കാരൻ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ രസകരമായിട്ടുള്ള ഒരു വേർഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഗൾഫിൽ നിന്ന് ഒരാളുടെ കത്ത് വരികയാണ്. അപ്പൊ കത്തെടുത്ത് വായിച്ചു. അപ്പൊ അതില് വാപ്പാക്ക് റാഡോന്റെ വാച്ച് കൊടുത്തയക്കാം, ഉമ്മാക്ക് പെർഫ്യൂം കൊടുത്തയക്കാം, മക്കൾക്ക് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് കൊടുത്തയക്കാം, ഭാര്യക്ക് ആ പട്ടുസാരിയും വാച്ചും കമ്മലും എല്ലാം സ്വർണത്തിന്റെ കൊടുത്തയക്കാം. എന്നിട്ട് കത്തിന്റെ അവസാനം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇത് പറ്റുന്ന സമയത്ത് കൊടുത്തയക്കാം. ഫസ്റ്റ് നമ്മളിങ്ങനെ വായിക്കുമ്പോ കേൾക്കുമ്പോ നല്ല രസം. ഇതേപോലെ ബഡ്ജറ്റിൽ ഇങ്ങനെ വകയിരുത്തുകയാണ്. മറ്റേ പദ്ധതിക്ക് 100 കോടി, മറിച്ച പദ്ധതിക്ക് 200 കോടി, കുടുംബശ്രീക്ക് 500 കോടി, പാവപ്പെട്ടവർക്ക് 1000 കോടി, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 2000 കോടി. മണ്ഡലം പ്രസിഡന്റ് ഇല്യാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അമ്പിളി മോഹൻദാസ്, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ റെജി K മാത്യു, ബാബു മാധവൻ, VH ബഷീർ, ശിവരാമകൃഷ്ണൻ, PK നന്ദകുമാർ, C മുത്തു, ദേവദാസ്, MS അബ്ദുൾ ഖുദ്ദൂസ്, ജോണി ഡയൻ എന്നിവർ സംസാരിച്ചു. കണ്ണമ്പ്ര 2 വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ദിനംപ്രതി കേരളത്തിലെ ജനങ്ങളെ വന്യമൃഗങ്ങളും CPM-കാരും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഈ നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ
കൂട്ടപാലായനം നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സുദേവൻ അധ്യക്ഷനായി. എൻ ജയരാജ്, കെ വി ഗംഗാധരൻ, എസ് സന്തോഷ്, എസ് ഇസ്മായിൽ, ഉമ്മലു ഹനീഫ എന്നിവർ സംസാരിച്ചു. തരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരൂർ 1-ാം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ ധർണ KPCC OBC ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ചെയർമാൻ RN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ കരിങ്കൊടി കാണിച്ച് അദാനിയെ തടുക്കുകയും അദാനിയെ വരാതാക്കുകയും ചെയ്ത പിണറായി ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് കെ അജിത് കുമാർ അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം ചെയർമാൻ P മനോജ് കുമാർ, കോൺഗ്രസ് നേതാക്കളായ സഹദ്, ജയപ്രകാശ് മാസ്റ്റർ, CH റഫീഖ്, പ്രകാശിനി, G മുരളീധരൻ, CS ഹസൻ, MV വേണുഗോപാൽ, സഫിയ യൂസഫ്, ജനാർദ്ദനൻ, മുരുകൻകുട്ടി, അബ്ദുൾ ജലാൽ, AR റെജി എന്നിവർ സംസാരിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്കഞ്ചേരി ഗ്രാമം തിരുവറ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. PP സുമോദ് MLA അനുവദിച്ച 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ദീർഘനാളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. സമയബന്ധിതമായി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടക്കഞ്ചേരി ടൗൺ മുതൽ ഗ്രാമം ഇടം ഉൾപ്പെടെയുള്ള തിരുവറ വരെയുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ റോഡ് അതിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് കുറച്ച് ദിവസം വൈകിയെങ്കിലും അതിൻ്റെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ MLAയുടെ ഫണ്ടായി 20 ലക്ഷം രൂപ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ, അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ, അങ്ങനെ 40 ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർവാധികം ശക്തിയോടുകൂടി പഞ്ചായത്ത് അവിടുത്തെ ജനങ്ങളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ റോഡിൻ്റെ പണി അത്യാധികം പൂർവാധികം ഭംഗിയോടുകൂടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. മുടപ്പല്ലൂർ മാത്തൂരിന് സമീപം 2 കിലോയോളം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മുടപ്പല്ലൂർ മാത്തൂരിന് സമീപമാണ് 2 കിലോയിലധികം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാത്തൂർ പുഴപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് 2 കിലോ 175 ഗ്രാം കഞ്ചാവ് കവറിൽ പൊതിഞ്ഞ നിലയിൽ ചൊവ്വാഴ്ച രാത്രി കണ്ടെത്തിയത്. മംഗലഡാം CI S അനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 46 ലിറ്റർ വിദേശ മദ്യവുമായി ദമ്പതികൾ അറസ്റ്റിൽ. അട്ടപ്പാടി സ്വദേശി പ്രതീഷ്, ഭാര്യ മീന എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് കാഞ്ഞിരത്ത് വെച്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ B വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നാണ് വിദേശമദ്യം പിടികൂടിയത്. പ്രതികളെയും കാറും കസ്റ്റഡിയിലെടുത്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ സ്ഥാപിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. 200 ടൺ മാലിന്യം സംസ്കരിച്ച ബയോഗ്യാസാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റ് ഡിസംബർ മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നീ നഗരങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം മാർച്ച് 30ഓടെ സംസ്ഥാനം കൈവരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈവ്ലി ഹുഡ് ആൻഡ് എന്റർപ്രൈസസ് പ്രോഗ്രാം പരിപാടിയുടെ ഭാഗമായി റിഫ്രഷ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. ജില്ലാ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും നബാർഡും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 30 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 താലൂക്കുകളും കൂടി 120 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതിനുശേഷം അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എക്സ്പോഷർ വിസിറ്റ്, ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ്, അതുപോലെ തന്നെ ലിങ്കേജ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ലിങ്കേജ് വായ്പകൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ 2 വർഷക്കാലം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. P നാരായണൻ നായർ അധ്യക്ഷനായി. നബാർഡ് ജില്ലാ മാനേജർ കവിതാറാം, N കൃഷ്ണകുമാർ, KM രാഹുൽ, രാജേഷ് അലക്സ്, N പ്രവീൺകുമാർ, KS അശോക് തുടങ്ങിയവർ സംസാരിച്ചു.